ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഓംകാരം. അപ്പം ന്യൂ യൂട്യൂബേഴ്സിനും അറിയാൻ വയ്യാത്തവർക്കുമായിട്ടുള്ളൊരു ന്യൂ എഡിറ്റിംഗ് ആപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഇൻഷോട്ടാണ് കേട്ടോ. പലരും എഡിറ്റൊക്കെ ചെയ്യുന്നത് ഇൻഷോട്ടിലൂടെ ആയിരിക്കും. അപ്പോൾ ന്യൂ യൂട്യൂബേഴ്സിനും അറിയാൻ വയ്യാത്തവർക്കുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. ഇൻഷോട്ട് നല്ലൊരു എഡിറ്റിംഗ് ആപ്പാണ് കേട്ടോ. അപ്പോൾ എഡിറ്റിംഗ് അറിയാൻ വയ്യാത്തവർക്കും സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യേണ്ടവർക്കും നമ്മുടെ ഇൻഷോട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻഷോട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും എല്ലാം നമുക്ക് സിമ്പിളായിട്ട് ഈ ഇൻഷോട്ട് വഴി എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൽ വീഡിയോസ്, ഫോട്ടോസ്, കോളേജ് അങ്ങനെ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. ഇവിടെ വീഡിയോ, ഫോട്ടോ, ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വീഡിയോ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്യാൻവാസ് ആണ് ഫസ്റ്റ് കിടക്കുന്നത്. അതിൽ കൊടുത്തിരിക്കുന്നത് സൂം ചെയ്യാനായിട്ടും പലതരം സൈസുകളിലുമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലോങ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസിൽ ആ ഫോർമാറ്റിൽ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഷോർട്ടിൽ ഏത് സൈസിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് സൂം ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ്. അടുത്തത് മ്യൂസിക്സ് ആണ്. അതിൽ നമുക്ക് റെക്കോർഡിംഗ് ഉണ്ട്. നമുക്ക് വോയിസ് ഓവർ കൊടുക്കണം. വോയിസ് ഓവർ കൊടുക്കാനായിട്ട് നമുക്ക് റെക്കോർഡിംഗ് പ്രസ് ചെയ്താൽ മതി. ഏത് പോർഷനിലാണ് നമ്മൾ വോയിസ് ഓവർ കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ആ ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് നമുക്ക് പ്രസ് ചെയ്താൽ നമുക്ക് ഈ രീതിയിൽ വോയിസ് ഓവർ കൊടുക്കാവുന്നതാണ്. സെൻട്രൽ പ്രസ് ചെയ്താൽ അത്രയും ഭാഗം നമുക്ക് വോയിസ് ഓവറായിട്ട് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് മ്യൂസിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. സെർച്ചിങ് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ വോയിസ് ഓവറിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മ്യൂസിക്സ് കൊടുക്കാം. അല്ലെങ്കിൽ മ്യൂസിക്സ് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലിപ്പോൾ മ്യൂസിക്സിൽ നമുക്ക് ഏറ്റവും മുകളിൽ നമ്മൾക്ക് ഇതിനകത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സോങ്സ്, വോയിസ് ഏത് വേണമെങ്കിലും എക്സ്ട്രാക്ട് ഓഡിയോ ഫ്രം വീഡിയോസിൽ കൊടുത്തിരിക്കുന്ന സെലക്ട് ചെയ്താൽ നമുക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്ത് നമുക്ക് സോങ്സൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഇതിൽ നിന്നും മ്യൂസിക്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഓവറും കൊടുക്കാം, മ്യൂസിക്സും സെലക്ട് ചെയ്തെടുക്കാം. അതല്ല നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മ്യൂസിക്സ് ആയാലും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തത് സ്റ്റിക്കേഴ്സാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ഈ വീഡിയോസിലോ ഫോട്ടോസിലോ ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാവുന്നതാണ്. അടുത്തത് ടെക്സ്റ്റാണ് കേട്ടോ. നമുക്ക് വീഡിയോസിലും ഫോട്ടോസിലും ഒക്കെ നമുക്കിതേപോലെ നെയിംസൊക്കെ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ടെക്സ്റ്റിൻ്റെ കളർ മാറ്റാനായാലും സൈസ് മാറ്റാനായാലും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ കളർ ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. നമുക്ക് ഏത് കളർ പാറ്റേൺ വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഇനി ടെക്സ്റ്റിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നെയുണ്ട്. നമുക്ക് എവിടം വരെ വേണം ആ ടെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്ത് ക്ലിക്ക് ഹിയറിൽ കൊടുത്തിട്ട് നമുക്ക് എവിടം വരെ വേണമെന്ന് വെച്ചാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്തത് എഫക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോരോ എഫക്റ്റ് ഉണ്ട്, ഒന്നിലധികം എഫക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാലും സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫോട്ടോസിൽ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ പാറ്റേൺസും എഫക്ട്സും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഫിൽറ്റേഴ്സ് ആണ് കേട്ടോ. നമുക്ക് ഏത് ഷെയ്ഡ് ഏത് ഫിൽറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഡീപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും നമുക്ക് ആ വീഡിയോയിലേക്കോ ഫോട്ടോസിലേക്കോ ഏതെങ്കിലും വീഡിയോസ് ഫോട്ടോസ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കതിൽ കയറിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതല്ല സ്ക്രീനിൽ ഒരു ഭാഗത്താണോ വെക്കേണ്ടത്, നിങ്ങൾക്ക് പാറ്റേൺ ആയിട്ടാണോ അതോ ഫുൾ സൈസിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതേപോലെ ക്ലിക്ക് ഹിയറിൽ പ്രസ് ചെയ്താൽ നമ്മൾക്ക് എവിടം വരെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനിവിടെ സെൻട്രലായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ബ്ലെൻഡിൽ ഓപ്ഷൻ ഉണ്ട്, അതിൽ പ്രസ് ചെയ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്കൊന്ന് ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതേപോലെ ഫുൾ സൈസിൽ നമുക്ക് കാണുകയാണെങ്കിൽ ഇതേപോലെ ബാക്കിലായിട്ടും നമുക്ക് വെച്ച് കൊടുത്ത ആ ഒരു ഫോട്ടോസിലായിട്ടും ഇതേപോലെ കാണാവുന്നതാണ്. ഇതേപോലെ വീഡിയോസ് അല്ല ഫോട്ടോസും എന്ത് വേണമെങ്കിലും നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്കുള്ളത് ട്രിം, കട്ട്, സ്പ്ലിറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻസാണ്. നമുക്ക് കട്ട് ചെയ്യാനായിട്ടാണെങ്കിലും ട്രിം ചെയ്യാനായിട്ടാണെങ്കിലും എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നെ ഉണ്ട്. ന്യൂ യൂട്യൂബേഴ്സിനും എഡിറ്റിംഗ് അറിയാത്തവർക്കുമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എഡിറ്റിംഗ് ആപ്പാണ്. പിന്നെ സ്പ്ലിറ്റാണ് കേട്ടോ. നമുക്ക് ഏതൊക്കെ പോർഷൻ വേണ്ട അല്ലെങ്കിൽ എവിടം വരെ മതി എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭാഗം സ്പ്ലിറ്റായി കിട്ടുന്നതാണ്. ഈ പോർഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ സ്പ്ലിറ്റിൽ പ്രസ് ചെയ്താൽ പിന്നെ നമുക്ക് ഡിലീറ്റ് കൊടുത്താൽ അത്രയും ഭാഗം നമുക്ക് കട്ടായി കിട്ടും. അതേപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭാഗം
എന്താ പറയുക, ആ ഭാഗം മാത്രം വേണ്ടുന്ന രീതിയിലായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്ത് കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് വോയിസ് ആണ് കേട്ടോ, വോളിയം നമ്മൾ വീഡിയോയിൽ കാണുന്ന വോളിയം നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ആ വോളിയം കുറയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് മ്യൂസിക്സിൽ പോയിട്ട് മ്യൂസിക്സ് ആഡ് ചെയ്ത് കൊടുക്കുകയോ, അതായത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മ്യൂസിക്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ വോയിസ് ഓവർ കൊടുക്കാം, റെക്കോർഡ് ചെയ്യാം. നിങ്ങൾക്ക് ആ ഓപ്ഷൻ ഞാൻ മുമ്പേ കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ അതേപോലെ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വോളിയം കുറച്ച് കൊടുത്തത്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഫോട്ടോസ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇതേപോലെ കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇതേപോലെ കളർ ഓപ്ഷൻസും ഉണ്ട്, അതിൽ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഇൻഷോട്ട് നെയിം കട്ട് ചെയ്യുന്നതും, നമുക്ക് നമ്മുടെ ഇൻഷോട്ടിൻ്റെ എംബ്ലം കട്ട് ചെയ്ത് കൊടുക്കാനും എല്ലാം നമുക്കിതിലൂടെ തന്നെ സാധിക്കും. ഇനി നമുക്കിത് സ്പീഡ് കുറച്ച് കൊടുക്കുന്നതാണ്. നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ്, കർവ് എല്ലാം കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ സ്പീഡ് അത് കുറച്ച് കൊടുക്കാനായിട്ടാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ആണെങ്കിൽ സ്റ്റാൻഡേർഡ് മോഡിൽ തന്നെ പോകും. അതല്ല നിങ്ങൾക്ക് സ്ലോ ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കർവ് കൊടുക്കാവുന്നതാണ്. ഇതേപോലെ പ്രസ് ചെയ്ത് താഴേക്ക് നീക്കി കൊടുത്താൽ നമുക്ക് ഏത് മൂവിലാണ് വരുന്നതെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ വരും. ഇപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ചെറിയ സ്ലോ മോഷനിൽ നമ്മൾ കർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ മുകളിലേക്ക് ആക്കി കൊടുത്താൽ സ്റ്റാൻഡേർഡ് ഇതിൽ പോകുന്നതാണ്. അതല്ല സ്പീഡ് ശകലം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ടായാലും അവിടെ പറ്റും. അതേപോലെ തന്നെ ക്രോപ്പിംഗ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എവിടം വരെയാണ് വീഡിയോസ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതേപോലെ ക്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് അതിൽ തന്നെ പോയി ഫോട്ടോസ് എടുക്കാവുന്നതാണ്. അത് നമുക്ക് കട്ടൗട്ടിന് വേണ്ടിയാണ് ഞാൻ കട്ടൗട്ട് ഓപ്ഷൻ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. ഇതേപോലെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമുക്കിതേപോലെ പല ഓപ്ഷൻസും ഉണ്ട്. റൊട്ടേറ്റ്, സൂം, ആംഗിൾ, ഫ്ലിപ്പ്, അങ്ങനെയുള്ള പലതരം ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട എന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫ്രെയിംസ്, സൈസ് എല്ലാ ഓപ്ഷൻസും ഇതിൽ തന്നെ ഉണ്ട്. അടുത്ത നമുക്ക് പിപ്പാണ് കേട്ടോ. ഫോട്ടോസിൽ തന്നെ നമുക്ക് മറ്റൊരു ഫോട്ടോസ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നമ്മൾ നേരത്തെ ക്രോപ്പ് ചെയ്ത് ഓക്കെ ആക്കി വെച്ചിരിക്കുന്ന ഫോട്ടോസ് ആണെങ്കിൽ നമുക്കിതിൽ തന്നെ ക്രോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കയറ്റാവുന്നതാണ്. ഇതേപോലെ നമുക്ക് കട്ടൗട്ട് ചെയ്യാം. അതിൽ തന്നെ ഇറേസർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് ഇറേസ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതേപോലെ ഇറേസ് ചെയ്ത് മാറ്റി സെലക്ട് ചെയ്ത് വെച്ചിരുന്നാലും മറ്റു ഫോട്ടോസും നമുക്ക് ഈ ഫോട്ടോസിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ ഇറേസർ സൈസ് കൂട്ടാനായിട്ടും കുറയ്ക്കാനായിട്ടും പറ്റും.
ചെയ്തതിന് ശേഷം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എഫക്ട്സ് ഉണ്ട്, ടെക്സ്റ്റ് ഉണ്ട്. നമുക്ക് ഈ പിക്ചറിൽ എന്ത് വേണേലും നമുക്ക് ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം, കളർ മാറ്റാം, സൈസ് മാറ്റാം. പിന്നെ സ്റ്റിക്കേഴ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ആണ് കേട്ടോ. നമുക്ക് ഫോട്ടോസിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം, അതല്ല ഇതിൽ നിന്നും തന്നെ കളർ പാറ്റേൺ ഒരുപാടുണ്ട്, അതിൽ നിന്നും സെലക്ട് ചെയ്യാം. പിന്നെ ഇവിടെ എഫക്ട്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫോട്ടോസിലും ഏത് എഫക്ട്സ് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചെയ്ത വീഡിയോസിലേക്ക് തന്നെ പോവാം. ഇപ്പം നമ്മൾ ഏകദേശം വീഡിയോസൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഫക്റ്റ് കൊടുത്തു, ടെക്സ്റ്റ്, സ്റ്റിക്കേഴ്സ്, ഓഡിയോ, ക്യാൻവാസ്, ഫിൽറ്റർ, പിപ്പ് എല്ലാം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഈ ഇൻഷോട്ടിൻ്റെ, അതായത് എംബ്ലം നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ, നമുക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീ റിമൂവ് എന്നുള്ളതിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ആർട്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും, അതൊക്കെ നമ്മളൊന്ന് ഒരുപാട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം അതിൻ്റെ എംബ്ലം റിമൂവ് ആകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇതേപോലെ അലോ കൊടുത്ത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ അതെ എക്സ്പോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്, സേവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിമ്പിളായിട്ട് വീഡിയോസ് ചെയ്യാവുന്ന ഒരു ആപ്പാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ന്യൂ യൂട്യൂബേഴ്സിന് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.